viewers, welcome back to Silent Learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് മിസ് വലിയതായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നെന്ന് മിസ്സിന് തോന്നി. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് ഉണ്ടോ മിസ്സിൻ്റെ കയ്യിലെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, വലിയ വലിയ ക്ലാസ്സുകളും കാര്യങ്ങളല്ല, നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ വേണമെന്ന് മിസ്സിന് നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് മിസ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്താൽ നേരെ നമുക്ക് നമ്മുടെ വീഡിയോ പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ മിസ് ഓൾറെഡി പറഞ്ഞു, കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ആയിരിക്കും അല്ലെ? പഠിച്ചാൽ ചിലത് മറന്നു പോവും, ചിലത് ശരിക്കും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എങ്ങനെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് മാർക്ക് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? എന്തായാലും പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഒരു ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിനു മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ടിപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മിസ്സിൻ്റെതായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന സ്റ്റഡി ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ഇത് മിസ്സിന്റെ മാത്രം ഐഡിയ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് വേറെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ടിപ്പിലോട്ട് പോയാലോ? എന്താ ഒന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം. സ്റ്റഡി ഷെഡ്യൂള് അല്ലെ? എല്ലാവരും എന്ത് ചെയ്യാന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പേപ്പർ എടുക്കാം. പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു ബുക്കോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് ഒരു ഷെഡ്യൂള് പോലെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പൊ മിസ് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ടൈം ടേബിൾ ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് നോക്കിയേ, നിങ്ങൾക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് എന്ത് ചെയ്യുക, എല്ലാ ഡേറ്റും എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ടൈം, നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ടൈം വേണേ, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരുപാട് ടൈം പഠിക്കണം എന്നൊന്നുമില്ല. ആ പഠിക്കുന്ന ടൈം നന്നായിട്ട് എൻ്റെ മക്കളെ എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ 7 to 8 ആണ് നിങ്ങൾക്ക് ഈസി ടൈം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അല്ല 4 to 5 ആണെങ്കിൽ അത് എടുക്കാം. അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈം, രാവിലെയും രാത്രിയും കുറച്ച് സമയം. ഓക്കെ, നിങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ടൈം കണ്ടുപിടിക്കണം. അതിനോടൊപ്പം കുറച്ച് പഠിക്കാനുള്ള ടൈം കൂടെ കണ്ടുപിടിച്ചാൽ ഇതുപോലെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞത്. എന്നാൽ ടിപ്പ് നമ്പർ 2 നമുക്ക് നോക്കാം. ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റഡി സ്പേസ്. അലങ്കോലമായിട്ട് കിടക്കുന്ന സ്റ്റഡി സ്പേസ് ആർക്കെങ്കിലും ഇഷ്ടമാണോ? മിസ്സിന് പേഴ്സണലി ഇഷ്ടമല്ല. മിസ്സിൻ്റെ വീട് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോൾ മിസ്സിന് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഓർഗനൈസ് ചെയ്യും അല്ലേ? കറക്റ്റായിട്ട് ഇന്നത് ഈ സ്ഥലത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ കിടക്കാണ്ട്. ഇതാണ്ടോ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ കാണുന്നുണ്ട്, അവിടെ ഇവിടെയും പേപ്പറും അതും ഇതൊക്കെ വലിച്ചു വാരി ഇട്ടതുകൊണ്ട് നമുക്ക് തന്നെ പഠിക്കാൻ തോന്നില്ല അല്ലേ? ഈ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പ്ലേസ് ഏതായാലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് നിങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക, കറക്റ്റ് സ്ഥലത്ത് വെക്കുക. അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പെന്നും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ചൊന്ന് ഓർഗനൈസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുക അതൊരു ഫാക്ടർ അല്ലാന്ന്, പക്ഷേ ആണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ നന്നായിട്ട് അതിനെ സ്വാധീനിക്കാറുണ്ട്. റെഡി? അപ്പൊ സെക്കൻഡ് ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു. തേർഡ് ടിപ്പാണ് പറയാൻ പോകുന്നത്. ടേക്ക് ബ്രേക്സ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ആരും പറയില്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല ഇല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങളിപ്പോ രാവിലെ, ഇപ്പൊ മിസ് രാവിലെ എന്ത് ചെയ്തു, ഒരു 6 മണിക്ക് എണീറ്റു, എന്നിട്ട് ഒരു 8 മണി വരെ പഠിക്കാൻ മിസ് തീരുമാനിച്ചു. ഓക്കെ, ആ 6 to 8ന്റെ ഇടയിൽ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഏകദേശം മിസ്സിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോകാൻ തുടങ്ങും അല്ലേ? മിസ്സിന് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മിസ് എന്ത് ചെയ്യുന്നറിയോ? നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ചിലർക്ക് ഇഷ്ടം TV കാണാനായിരിക്കും, അങ്ങനെ നിങ്ങൾക്ക് TV കാണാം. ചിലർക്ക് ഇഷ്ടം മ്യൂസിക് കേൾക്കാനായിരിക്കും. അപ്പോൾ കുറച്ച് നേരം കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മ്യൂസിക് കേൾക്കുക. അപ്പോൾ കുറച്ച് മൈൻഡ് എന്ത് ചെയ്യും, റീഫ്രഷ് ചെയ്യും, റിലാക്സ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. രാവിലെയൊക്കെ എണീറ്റ് പഠിക്കുന്ന മക്കളാണെങ്കിൽ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടച്ചാൽ അത് കുറച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് നമുക്ക് പോകാം. അടുത്ത ടിപ്പ്, ക്രിയേറ്റീവ് നോട്ട്സ് അല്ലേ? നമുക്ക് നോർമലി നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എഴുതുന്ന കുറേ നോട്ട്സുകളുണ്ട്. ടീച്ചർ പറയും, നമ്മൾ ആ നോട്ട് എഴുതി വെക്കും അല്ലേ? അങ്ങനെയുള്ള നോട്ട് മാത്രം പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്താ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ നോട്ടിനെ, അപ്പോൾ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കാൻ വെച്ചോ. ഇപ്പോൾ വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ഇപ്പോൾ ഒരു 96% എർത്തിൽ വാട്ടർ ഉണ്ട്. പിന്നെന്താ, വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിച്ചോ.
അതിങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള നോട്ട്സ് ആക്കി മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഡയഗ്രാംസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. പോയിന്റ് ആക്കിയിട്ട് വെച്ച് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ ആയിട്ട് ആഡ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് മെമ്മറി കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ മിസ്സൊക്കെ പണ്ട് ചെയ്യായിരുന്നു. മിസ്സിന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ചുമരിൽ ജസ്റ്റ് ഇതേപോലെ കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട്, ഇങ്ങനത്തെ പേപ്പർ തന്നെ വേണമെന്നില്ല, നോർമൽ പേപ്പർ ആയാലും മതി, എന്നിട്ട് എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ എണീക്കില്ലേ, നമ്മൾ രാവിലെ കിടന്ന് എണീക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടിട്ട് ഇത് ഒട്ടിച്ച് വെക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ കാണാൻ പോകുന്ന വ്യൂ ഇതായിരിക്കും. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മെമ്മറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വായിക്കും തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് പാട്ട് രൂപത്തിൽ പഠിക്കാം ഇല്ലേ? ചില കാര്യങ്ങൾ ഇപ്പോൾ മിസ്സ് നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മിസ്സ് പറഞ്ഞുതരാം. മിസ്സ് ചിലപ്പോൾ ഈ പാട്ട് രൂപത്തിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എലമെന്റ്സ് ആണ് അല്ലെ? കെമിസ്ട്രിയിൽ നിങ്ങൾ വലുതാകുമ്പോൾ കെമിസ്ട്രി, ഇപ്പൊ നിങ്ങൾ സയൻസിൽ പഠിക്കും. 118 എലമെന്റ്സ് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളില്. കേട്ട് പേടിക്കണ്ട, അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് പഠിക്കാൻ മിസ് സിമ്പിൾ ആയിട്ട് എന്തെന്നറിയോ? ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിലിയം ബോറോൺ കാർബൺ അങ്ങനെ പറഞ്ഞിട്ട് പഠിക്കും. അപ്പൊ എന്താ, സിമ്പിൾ ആയിട്ട് മിസ്സിന് എന്ത് ചെയ്യാൻ പറ്റി? അത് ഓർത്തെടുക്കാൻ പറ്റി. മിസ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മ്യൂസിക് ആയിട്ട് പാട്ട് രൂപത്തിൽ പഠിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ആക്കി എഴുതിയിരിക്കുകയും പാട്ട് രൂപത്തിൽ പഠിക്കുകയും ചെയ്താൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ലാസ്റ്റ് ടിപ്പാണ് റിവൈസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. പഠിച്ചത് റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇന്ന് പഠിച്ചു, എന്തായാലും നാളെ അത് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളതിൻ്റെ പകുതി മറന്നു പോയിട്ടുണ്ടാവും. മറ്റൊന്ന് എണീക്കുമ്പോൾ അത് മിക്കവാറും ഫുള്ളായിട്ട് മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പഠിച്ച പേജ് ഉണ്ടല്ലോ, ജസ്റ്റ് നാളെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാൻ പറ്റും. ആ ശരിയാണല്ലോ, അതിൽ ഏതൊക്കെയോ പോയിന്റ് മറന്നുപോയി, പക്ഷെ ഇതെനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയും. പിറ്റേ വീണ്ടും ഒന്നും കൂടെ മറിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ മെമ്മറി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം മറന്നു പോവുക എന്നുള്ളതാണ് അല്ലേ? ആ മറവി നമുക്ക് മാറ്റാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ടെക്നിക്കാണ് ഈ റിവിഷൻ ചെയ്യാന്നുള്ളത്. ഓക്കെ അല്ലേ? സോ യു വിൽ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ടിപ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ടിപ്സ് അറിയുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ പറ്റട്ടെ. പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ്റട്ടെ. All the very best, dear. So you will. Bye bye. See you.